എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളക്കടല ഉപയോഗിച്ചൊരു ഡിഷാണ്. അതിനുവേണ്ടി ഞാൻ വെള്ളക്കടല 300 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അതിനെ നല്ലതായിട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. 8 മണിക്കൂർ മുമ്പ് തന്നെ നമ്മളിത് കുതിർക്കണേ. ഞാൻ തലേന്ന് രാത്രിയിലെ കുതിർത്ത് വെച്ചതാണ്. ഇപ്പോൾ രാവിലെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി സവാള ഉള്ളി ഇതേപോലെ കഷണങ്ങളാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി ആവശ്യമുണ്ട്, പിന്നെ പച്ചമുളക് ആവശ്യമുണ്ട്. ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ വെള്ളക്കടല എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ് ശരീരത്തിന്. ധാരാളം അതിനകത്ത് ഫൈബറുണ്ട്, അതേപോലെ പ്രോട്ടീനുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ കറുത്ത കടല പോലല്ല, ഇത് നന്നായിട്ട് വേവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റുമാണ് ഈ വെള്ളക്കടലയ്ക്ക്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ഒരു പ്രാവശ്യം കൂടെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 500 ml വെള്ളം ഒഴിക്കുന്നുണ്ട്. അതായത് കടല നികന്ന് കിടക്കണം വെള്ളം ഒഴിക്കുമ്പോൾ, അതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കടലയ്ക്ക് ആവശ്യമുള്ളത്രയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വേകാനായിട്ട് അടുപ്പിലേക്ക് വയ്ക്കാമേ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും വേണേ. എന്നിട്ട് നമ്മളത് ഓഫ് ചെയ്ത് സൈഡിൽ മാറ്റി വയ്ക്കുക, അതിൻ്റെ പ്രഷർ പോകുന്നിടം വരെ. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അവരവർ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 1 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്തു. അത് പൊട്ടി വന്നു. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. അപ്പോൾ ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ കടലയ്ക്ക് കിട്ടുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ചേർത്ത് നോക്കണേ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളിയും പച്ചമുളക് നെടുകെ പിളർന്നതും കൂടി ചേർത്ത് കൊടുക്കാം. 4 സവാള ഇതേപോലെ അരിഞ്ഞതും 4 പച്ചമുളക് നെടുകെ പിളർന്നതും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ഈ ഉള്ളി വഴന്ന് വരാനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു പകുതി വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എപ്പോഴും ക്രഷ്ഡായിട്ടുള്ള വെളുത്തുള്ളി ഉപയോഗിക്കാറ് പതിവേ. അപ്പോൾ പേസ്റ്റ് ചേർത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അന്നേരം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചതച്ച് ഞാനിട്ട് കൊടുക്കാറാണ് പതിവ്. പേസ്റ്റാക്കി ഞാൻ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴേ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുത്തത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനി 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കറിക്ക് നല്ല കളറൊക്കെ കിട്ടും, അധികം എരിവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 3 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് പഴുത്ത തക്കാളിക്ക് ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുത്തു. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഹൈബ്രിഡ് ടൊമാറ്റോസാണ്, അല്ലെങ്കിൽ ബാംഗ്ലൂർ തക്കാളി എന്ന് പറയും. ഇതാകുന്നുണ്ടേ നല്ല ഫ്ലഷൊക്കെ ആയതിന്, അതേപോലൊക്കെ പുളിപ്പ് കുറവുമാണ്. 3/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തേ. ഇനി നമുക്കിതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് വേകാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ ഫ്ലഷ് നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് കിട്ടണം. ഇതേപോലെ നമുക്ക് നല്ലതായിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടപ്പും വെച്ച് അടച്ചു വെക്കാം. അപ്പോൾ ഉള്ളിലോട്ട് നല്ലതായിട്ട് ആവി കയറും. കണ്ടില്ലയോ, തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഇത് വെന്തുടഞ്ഞ് കിട്ടാനുള്ള വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ നല്ലൊരു പേസ്റ്റായിട്ട് വേണം നമുക്കത് കിട്ടാനായിട്ട്. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടുകയും ചെയ്യും. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് നമുക്ക് വേകാൻ വേണ്ടി വെക്കാനും, അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഈ വെന്തുടഞ്ഞ് കിട്ടിയ ഈ മസാലയാണെങ്കിൽ വെന്ത് റെഡി ആയിരിക്കുന്ന കടലയ്ക്കകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി റെഡി ആയിട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ കടല വേകാൻ വെച്ചപ്പോൾ തന്നെ ഞാൻ 2 ഉരുളക്കിഴങ്ങ് പീസാക്കി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വെള്ളം ഉണ്ടാവാനായിട്ട്. കണ്ടില്ലേ, കുറവാണ് വെള്ളമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് നല്ല ചാറായിട്ട് നമുക്ക് കിട്ടും ഈ കറി. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഈ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 ഏലക്ക പൊടിച്ചതും ഒരു ചെറിയ പീസ്
കറുവാപ്പട്ടയും കൂടാണ്. അത് വെറുതെ ഇതേപോലെ ഒന്ന് ഞാൻ ചതച്ചിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും നമ്മുടെ ഈ കറിക്ക്. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതിയേ. ഇവിടെ ഗരം മസാലയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നവരെല്ലാവരും, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവയില ഉണങ്ങിപ്പൊടിച്ചതാണ് ഇതേ. അപ്പോൾ ഇത് കറിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, അല്ലാത്തവർ ഇത് ഓപ്ഷണലായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഞാൻ കുക്കറൊക്കെ അടച്ച് റെഡിയാക്കി വെച്ചു. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചാൽ മാത്രം മതി. എന്നിട്ട് അതിൻ്റെ പ്രഷർ പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണം. അപ്പം ഞാൻ 2-3 തണ്ട് ഇതേപോലെ മല്ലിയില അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർ അതും ചേർത്താൽ മതിയേ. പക്ഷേ ഇതൊക്കെ ചേർത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുക്കറൊക്കെ തുറന്നു ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടിപൊളി ഒരു കറിയാണിത്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടോ പൂരിയുടെ കൂടോ അതേപോലെ പൊറോട്ടയ്ക്കൊപ്പവും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉരുളക്കിഴങ്ങ് ചേർത്ത് തയ്യാറാക്കിയിട്ടില്ലാത്തവരൊക്കെ ഇതുപോലെ ഒന്നിട്ട് നോക്കണേ. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അപ്പോൾ കറിയൊക്കെ നമ്മുടെ റെഡി ആയിട്ട് വന്നു. ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റ് ഒന്ന് അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നേ. ഇത് ലഞ്ച് ബോക്സിലേക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.